നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയുടെ പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. ദേശീയപാത വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ഭാഗമാണ് സന്ദർശിക്കുന്നത്. രാവിലെ 8:55 വെങ്ങളത്തെത്തിയ ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ, സൈറ്റ് എഞ്ചിനീയർ രാജ് സി പാൽ, കൊയിലാണ്ടി RTO അൻവർ സാദത്ത്, കൊയിലാണ്ടി തഹസിൽദാർ ജയശ്രീ S വാര്യർ, അദ്വാനി പ്രോജക്ട് മാനേജർ, വഗാഡ് പ്രതിനിധി എന്നിവരും സന്ദർശനത്തിലുണ്ടായിരുന്നു. വെള്ളിമാടുകുന്ന് ജെൻഡർ പാർക്കിൽ കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ലോക ഫിസിയോതെറാപ്പി ദിനാഘോഷം സംഘടിപ്പിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യം ഫിസിയോതെറാപ്പിയിലൂടെ എന്ന സന്ദേശത്തിൽ നടന്ന സംസ്ഥാനതല ദിനാഘോഷം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് വയോജന ക്യാമ്പിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. വാർദ്ധക്യകാല ആരോഗ്യം ഫിസിയോതെറാപ്പിയിലൂടെ എന്ന വിഷയത്തിൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ പ്രസന്റേഷൻ, ക്ലിനിക്കൽ പേപ്പർ പ്രസന്റേഷൻ മത്സരങ്ങളും നടത്തി. ചടങ്ങിൽ KAPC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ R ലെനിൽ, പ്രസിഡന്റ് ഡോക്ടർ PS ശ്രീജിത്ത്, ഇന്റർനാഷണൽ പാരാ സ്വിമ്മർ അസീം വെളിമണ്ണ, ഡോക്ടർ S ശരത്, ഡോക്ടർ ദീപു S ചന്ദ്രൻ, ഡോക്ടർ അഷ്കർ അലി, ഡോക്ടർ MS ശ്രീജേഷ്, ഡോക്ടർ അംബരീഷ്, ഡോക്ടർ ഹമീദ് റിയാസുദ്ദീൻ, ഡോക്ടർ അനൂപ് നായർ, ഡോക്ടർ മജ്റൂഹ്, ഡോക്ടർ രാഹുൽ, ഡോക്ടർ ജവൽ, ഫിസിയോതെറാപ്പി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപ്പ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി PTA റഹീം MLAയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൺവീനറായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെട്ട സബ് കമ്മിറ്റിക്ക് യോഗം രൂപം നൽകി. ആശുപത്രി പ്രവർത്തനം രാത്രി 10 വരെ ദീർഘിപ്പിക്കാൻ സൗകര്യമൊരുക്കൽ, ആവശ്യമായ ഡോക്ടർമാരെയും ഹൗസ് സർജൻമാരെയും സ്റ്റാഫിനെയും ലഭ്യമാക്കൽ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ സബ് കമ്മിറ്റിയെയും ആശുപത്രിയുടെ ഭാവി വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിനെയും ചുമതലപ്പെടുത്തി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മൈമൂന കടുക്കാഞ്ചേരി, N ഷിയോലാൽ, രജിത സത്യൻ, വളപ്പിൽ റസാക്ക്, ഫാത്തിമ ഉണിക്കൂർ, T രഞ്ജിത്ത്, ഡോക്ടർ KG സജിത് കുമാർ, ഡോക്ടർ KJ രാജാറാം, ഡോക്ടർ M മോഹൻ, ഡോക്ടർ രജസി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSൽ കീഴിൽ താൽക്കാലികമായി ജീൻ ടെക്നോളജിസ്റ്റിനെ നിയമിക്കും. യോഗ്യത MSc ജീൻ ടെക്നോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി, കാരിയോടൈപ്പിംഗ്, ഫിഷ് അല്ലെങ്കിൽ മോളിക്കുലാർ ജെനറ്റിക്സ് എന്നിവയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായപരിധി 18-36. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ 11 രാവിലെ 11:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. നരിപ്പറ്റ ഗവൺമെന്റ് ITAയിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ ട്രേഡിൽ ദിവസവേതനത്തിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കും. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTechും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. അസൽ സർട്ടിഫിക്കറ്റുകളും 2 പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 12 രാവിലെ 11 അഭിമുഖത്തിനെത്തണം. ഫോൺ 7025956239. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കോഴിക്കോട് മേഖലാ കേന്ദ്രത്തിൽ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗക്കാർക്ക് പ്രവേശനം സൗജന്യമാണ്. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഫോൺ 0492720259, 9995334453. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.